സത്യം സത്യമായി അരുളിയ തിരുവചനം നിത്യസത്യമായി അരുളിയ ദിവ്യവചനം ശാന്തിയായി ദീപമായി വിടുതലായി രക്ഷയായി നവജീവനായിതാ സത്യവചനം സത്യം സത്യമാ സത്യം സത്യമാ സത്യം സത്യമാ സത്യം സത്യമാ. സത്യം സത്യമായി എന്ന ദൈവവചന സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വില്യം ഹാർവേ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനുണ്ടായിരുന്നു. അദ്ദേഹം വൈദ്യശാസ്ത്ര രംഗത്ത് വിപ്ലവാത്മകമായിട്ടുള്ള ഒരു കണ്ടുപിടുത്തം നടത്തി. അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം രക്തചംക്രമണം സംബന്ധിച്ചുള്ളതായിരുന്നു. അതായത് നമ്മുടെ ശരീരത്തിൽ രക്തം അങ്ങനെ നിശ്ചലമായിട്ട് നിൽക്കുകയല്ല, രക്തം ശരീരം മുഴുവൻ ചംക്രമണം ചെയ്യുന്നു അല്ലെങ്കിൽ സർക്കുലേറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം ആദ്യമായിട്ട് കണ്ടെത്തിയത് വില്യം ഹാർവേയാണ്. ഇത് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കണ്ടുപിടുത്തം തന്നെയായിരുന്നു. കാരണം നമ്മുടെ ജീവൻ നിലനിർത്തുന്നതിൽ രക്തത്തിന് എത്ര വലിയ പങ്കുണ്ട് എന്നുള്ളത് ആ കണ്ടുപിടുത്തവും അതിനോടനുബന്ധിച്ച് തുടർന്നുണ്ടായ പഠനങ്ങളുമൊക്കെ വെളിപ്പെടുത്തുകയുണ്ടായി. അതിനു മുമ്പ് രക്തത്തിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് കാര്യമായിട്ടൊന്നും ആളുകൾക്ക് അറിയില്ലായിരുന്നു. വൈദ്യന്മാർക്ക് പോലും ഡോക്ടർമാർക്ക് പോലും അറിയില്ലായിരുന്നു. വാസ്തവത്തിൽ അനേക രോഗങ്ങൾക്കും കാരണം രക്തം ദുഷിക്കുന്നതാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണയായിരുന്നു നിലനിന്നിരുന്നത്. അതിൻ്റെ ഫലമായിട്ട് ശരീരത്തിൽ നിന്ന് രക്തം ഊറ്റിക്കളയുന്ന ബ്ലഡ് ലെറ്റിംഗ് എന്ന് പറയുന്ന ഒരു ചികിത്സാ സമ്പ്രദായം തന്നെ പണ്ട് കാലങ്ങളിൽ നിലനിന്നിരുന്നു. അതുവഴിയായിട്ട് തന്നെ അനേകം ആളുകൾ മരണപ്പെടുക പോലും ചെയ്തിട്ടുണ്ട്. എന്നാൽ രക്തം ഇങ്ങനെ ശരീരം മുഴുവൻ ചംക്രമണം ചെയ്യുന്നുവെന്നും
രക്തം മനുഷ്യൻ്റെ ജീവൻ നിലനിർത്തുന്നതിൽ അതിപ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കുന്നു എന്നുള്ള കണ്ടുപിടുത്തം വൈദ്യശാസ്ത്ര രംഗത്ത് തീർച്ചയായിട്ടും വലിയ വിപ്ലവം തന്നെയാണ് സൃഷ്ടിച്ചത്. രക്തം നമ്മളുടെ ശരീരത്തിൽ നിർവഹിക്കുന്നതായിട്ടുള്ള സുപ്രധാനമായിട്ടുള്ള 2 ധർമ്മങ്ങളുണ്ട്. ആദ്യത്തെ ധർമ്മം എന്താണ് എന്ന് ചോദിച്ചാൽ, ശരീരകോശങ്ങളിലേക്ക് ഓക്സിജനെയും അതുപോലെ തന്നെ പോഷകാംശങ്ങളെയും എത്തിക്കുക എന്ന് പറയുന്ന ധർമ്മമാണ്. അപ്പോൾ നമ്മളുടെ ശരീരകലകൾക്ക് ഓക്സിജൻ അത്യന്താപേക്ഷിതമാണ്. ഈ ഓക്സിജനും അതുപോലെ തന്നെ പോഷകാംശങ്ങളും ശരീരകോശങ്ങളിലേക്ക് എത്തിക്കുന്നത് രക്തത്തിൻ്റെ ധർമ്മമാണ്. അതുമാത്രമല്ല, മറ്റൊരു ധർമ്മം കൂടി രക്തം നിർവഹിക്കുന്നുണ്ട്. അത് ശരീരകലകളിൽ നിന്ന് കാർബൺ ഡയോക്സൈഡിനെയും അതുപോലെ തന്നെ മാലിന്യങ്ങളെയും തിരികെ കൊണ്ടുപോവുക അല്ലെങ്കിൽ മാറ്റുക എന്നുള്ള ഒരു ധർമ്മവും രക്തം നിർവഹിക്കുന്നുണ്ട്. മറ്റു പല ധർമ്മങ്ങളുമുണ്ടെങ്കിലും സുപ്രധാനമായിട്ടുള്ള 2 ധർമ്മങ്ങൾ ആണ് രക്തം നിർവഹിക്കുന്നത്. അപ്പോൾ നമുക്കതിനെക്കുറിച്ച് പറയുവാനായിട്ട് സാധിക്കും. ഒന്ന്, ജീവൻ പ്രദാനം ചെയ്യുന്ന ധർമ്മമാണ്. ശരീരകോശങ്ങൾക്ക് ഓക്സിജനും പോഷകങ്ങളും നൽകി ജീവൻ പ്രദാനം നൽകുന്ന ഒരു ലൈഫ് ഗിവിങ് ഫങ്ഷൻ രക്തം നിർവഹിക്കുന്നു. രണ്ടാമത്തെ ധർമ്മം എന്ന് പറയുന്നത് ഒരു ശുദ്ധീകരണത്തിൻ്റെ അല്ലെങ്കിൽ മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്നത് വഴിയായിട്ട് ശരീരകോശങ്ങളെ ശുദ്ധീകരിക്കുന്ന ഒരു ക്ലെൻസിങ് ഫങ്ഷൻ എന്ന് നമുക്ക് രണ്ടാമത്തെ ഫങ്ഷനെ അല്ലെങ്കിൽ ധർമ്മത്തെ വിശേഷിപ്പിക്കുവാനായിട്ട് സാധിക്കും. രക്തത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അടുത്ത കാലത്താണ് വൈദ്യശാസ്ത്രം കണ്ടെത്തിയത് എങ്കിലും ബൈബിളിൽ അനേക നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ രക്തം എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്നും ജീവൻ രക്തത്തിലാണ് എന്നുമുള്ള സത്യം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ലേവ്യ പുസ്തകം അനേക നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രചിക്കപ്പെട്ട പുസ്തകമാണ്. പഴയ നിയമത്തിലെ ഒരു പുസ്തകമാണ് ലേവ്യ പുസ്തകം. ലേവ്യ പുസ്തകം അതിൻ്റെ 17-ാമത്തെ അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ ഇങ്ങനെ ദൈവം അരുളി ചെയ്യുന്നു, മാംസത്തിൻ്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത്. യാഗപീഠത്തിന്മേൽ നിങ്ങൾക്ക് വേണ്ടി പ്രാശ്ചിത്തം കഴിപ്പാൻ ഞാനത് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. രക്തമല്ലോ ജീവൻ മൂലമായി പ്രാശ്ചിത്തം ആകുന്നത്. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ബൈബിളിൽ ഈ സത്യം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. മാംസത്തിൻ്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത്. അപ്പോൾ രക്തമില്ലാതെ ജീവനില്ല. രക്തം വാർന്നു പോയാൽ പിന്നെ ജീവൻ നഷ്ടപ്പെട്ടു പോകും എന്നുള്ള കാര്യം ബൈബിൾ വ്യക്തമാക്കുകയാണ്. ഇത്ര പ്രധാനപ്പെട്ട ഇത്ര വിലയേറിയ ഈ രക്തം ദൈവം പറയുകയാണ്, യാഗപീഠത്തിന്മേൽ നിങ്ങൾക്ക് വേണ്ടി പ്രാശ്ചിത്തം കഴിപ്പാൻ ഞാനത് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു എന്ന് പറയുകയാണ്. പാപപരിഹാരത്തിന് വേണ്ടിയിട്ട് ഈ ജീവദായകമായിട്ടുള്ള രക്തം ദൈവം അങ്ങനെ നൽകിയിരിക്കുകയാണ്. വാസ്തവത്തിൽ രക്തം പ്രതിനിധാനം ചെയ്യുന്നത് ജീവനെയാണ്. അപ്പോൾ ദൈവം പാപപരിഹാരത്തിന് വേണ്ടിയിട്ട് നൽകിയിരിക്കുന്ന രക്തമാണ് എന്ന് പറയുമ്പോൾ പാപിയായ മനുഷ്യന് രക്ഷപ്പെടണമെങ്കിൽ, പാപത്തിന് പരിഹാരം വരണമെങ്കിൽ അവന് പകരം ഒരു യാഗം നടക്കേണ്ടത് അല്ലെങ്കിൽ ഒരു മരണം നടക്കേണ്ടത് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. പാപിയായിട്ടുള്ള മനുഷ്യൻ മരണം അർഹിക്കുന്നു. കാരണം പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ എന്ന് ദൈവവചനം പറയുന്നുണ്ട്. പാപി മരിക്കണം. പാപത്തിന് തക്കതായിട്ടുള്ള ശിക്ഷ എന്ന് പറയുന്നത് മരണശിക്ഷയാണ്. എന്നാൽ പാപിക്ക് രക്ഷപ്പെടണമെങ്കിൽ അതിനുള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് പാപിക്ക് പകരമായിട്ട് ഒരു ജീവൻ അവിടെ മരിക്കണം എന്നുള്ളതാണ്. യാഗങ്ങളെ സംബന്ധിച്ചുള്ള അനേക പ്രമാണങ്ങളിൽ ബൈബിളിൽ നൽകിയിരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും പഴയ നിയമത്തിൽ. അപ്പോൾ യാഗങ്ങളുടെയൊക്കെ അടിസ്ഥാന പ്രമാണം എന്ന് പറയുന്നത് ഇതാണ്. എന്താണ്? പാപി രക്ഷപ്പെടണമെങ്കിൽ പാപിക്ക് പകരം ഒരു ജീവൻ ബലിയർപ്പിക്കപ്പെടണം, യാഗമർപ്പിക്കപ്പെടണം, അതിൻ്റെ രക്തം ചിന്തപ്പെടണം എന്നുള്ള കാര്യമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സത്യമാണ്. രക്തത്താൽ ആണ് വീണ്ടെടുപ്പ്. രക്തം കൂടാതെ വീണ്ടെടുപ്പ് സാധ്യമല്ല എന്നുള്ള കാര്യമാണ്. ഇത് സംബന്ധിച്ചുള്ള സുപ്രധാനമായിട്ടുള്ള 2 സത്യങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. രക്തത്താലുള്ള വീണ്ടെടുപ്പിനെ സംബന്ധിച്ച് നാം മനസ്സിലാക്കേണ്ടതായ, നാം അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള 2 പ്രമാണങ്ങളാണ്. ഒന്ന്, എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ പറയുകയാണ്, രക്തം ചിന്താതെ വിമോചനം ഇല്ല. ഇത് ദൈവത്തിൻ്റെ പ്രമാണമാണ്. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്തതായ പ്രമാണമാണ്. രക്തം ചിന്താതെ വിമോചനം ഇല്ല. കാരണം മനുഷ്യൻ പാപം ചെയ്തു. പാപിയായിട്ടുള്ള മനുഷ്യന് ന്യായമായിട്ടുള്ള ശിക്ഷ എന്ന് പറയുന്നത് മരണമാണ്. അതിനെക്കുറിച്ച് നേരത്തെ തന്നെ സൂചിപ്പിച്ചുവല്ലോ. മനുഷ്യൻ പാപത്തിൽ വീണ സമയം മുതൽ തന്നെ ഈ ഒരു പ്രമാണം ദൈവം മനുഷ്യന് തീർച്ചയായിട്ടും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും.
കാരണം യാഗത്തെ സംബന്ധിച്ച് ഉള്ള അറിവ് ദൈവം തന്നെയാണ് മനുഷ്യന് കൊടുത്തത്. പാപിയായ മനുഷ്യന് നീതിമാനായ പരിശുദ്ധനായ ദൈവത്തിൻ്റെ മുമ്പാകെ നിൽക്കുവാനായിട്ട് സാധിക്കുകയില്ല. പാപിക്ക് പാപങ്ങളിൽ നിന്ന് മോചനം ലഭിക്കണമെങ്കിൽ, നീതീകരണം ലഭിക്കണമെങ്കിൽ അവന് ഒരേ ഒരു മാർഗമേ ഉള്ളൂ. പാപിക്ക് പകരം ഒരു മരണം നടക്കണം, അല്ലെങ്കിൽ രക്തം ചിന്തിയുള്ള ഒരു മരണം, ഒരു ബലി നടക്കേണ്ടത് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ഈ കാര്യം ദൈവം വളരെ നേരത്തെ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആദമിനും ഹവ്വയ്ക്കും തന്നെ അവരുടെ വീഴ്ചയ്ക്ക് ശേഷം ഈ കാര്യം ദൈവം അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് കാണുവാനായിട്ട് കഴിയും, ആദത്തിൻ്റെയും ഹവ്വയുടെയും മക്കളായിരുന്ന കയീനും ഹാബേലും ദൈവത്തിന് യാഗമർപ്പിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ വായിക്കുന്നത് അവർ ദൈവത്തിനൊരു വഴിപാട് കൊണ്ടുവന്നു എന്നാണ്. കയീൻ ദൈവത്തിന് തൻ്റെ കൃഷിഫലങ്ങളിൽ നിന്നാണ്, നിലത്തെ അനുഭവത്തിൽ നിന്നാണ് വഴിപാട് കൊണ്ടുവന്നത്. എന്നാൽ ഹാബേൽ കൊണ്ടുവന്നതായിട്ടുള്ള വഴിപാട് അത് തൻ്റെ ആട്ടിൻകൂട്ടത്തിൽ നിന്ന്, അതിൽ നിന്ന് ഏറ്റവും മേത്രമായിട്ടുള്ള അവയുടെ കടിഞ്ഞുലുകളിൽ നിന്ന് തന്നെയുള്ള ഒരു ആടിനെ ദൈവത്തിന് കൊണ്ടുവന്ന് വഴിപാട് അർപ്പിക്കുന്നതായിട്ട് നാം ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അവർ കൊണ്ടുവന്ന വഴിപാട് വെറും ഒരു കാഴ്ചയായിട്ട് കൊണ്ടുവന്നതല്ല, അത് യാഗമായിരുന്നു എന്ന് എബ്രായ ലേഖനത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കാരണം എബ്രായ ലേഖനത്തിൽ കയീനും ഹാബേലും അർപ്പിച്ച വഴിപാടിനെക്കുറിച്ച് പറയുമ്പോൾ അവിടെ യാഗമെന്ന വാക്ക് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവം ഹാബേലിലും അവൻ്റെ യാഗത്തിലുമാണ് പ്രസാദിച്ചത് എന്ന് അവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കയീൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കാഞ്ഞത് എന്ന് ചോദിച്ചാൽ, അത് രക്തം കൂടാതെയുള്ള ഒരു വഴിപാടാണ് കയീൻ ദൈവത്തിന് അർപ്പിച്ചത് എന്നതാണ് അതിൻ്റെ കാരണം. ദൈവം നൽകിയ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി, അഥവാ പാപിയായ മനുഷ്യൻ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് എങ്ങനെയാണ് വരേണ്ടത്, ദൈവത്തെ സമീപിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള നിർദ്ദേശം അല്ലെങ്കിൽ കൽപ്പന ദൈവം നൽകിയിട്ടുണ്ട്. അതനുസരിക്കാതെ താൻ തൻ്റെ കൃഷിഫലങ്ങളൊക്കെ കൊണ്ടുവന്ന് ദൈവത്തെ അങ്ങനെ പ്രസാദിപ്പിക്കാനായിട്ടുള്ളൊരു ശ്രമമാണ് നടത്തിയത്. അത് ദൈവത്തിന് പ്രസാദമായില്ല. അത് ദൈവം തന്നോട് പറയുകയും അത് തിരുത്തുവാനായിട്ടുള്ള മനസ്സുപോലും കയീൻ കാണിക്കുകയും ചെയ്തില്ല. എന്നാൽ ഹാബേൽ ദൈവത്തിൻ്റെ നൽകിയിരിക്കുന്ന പ്രമാണങ്ങൾക്കനുസരിച്ച് വളരെ ഭയത്തോടുകൂടി വിശ്വാസത്തോടുകൂടി തന്നെ ആട്ടിൻകുട്ടികളിൽ ഒരെണ്ണത്തിനെ കൊണ്ടുവന്ന് ദൈവത്തിന് യാഗമർപ്പിക്കുകയും അത് അങ്ങനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രസാദകരമായിട്ടുള്ള സ്വീകാര്യമായിട്ടുള്ള ഒരു യാഗമായിട്ട് തീരുകയും ചെയ്തു. കയീൻ എന്ന് പറയുന്ന വ്യക്തി താൻ ഒരു മതഭക്തനായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. കാരണം ദൈവത്തിൻ്റെ അസ്തിത്വത്തെ സംബന്ധിച്ചൊന്നും തനിക്ക് യാതൊരു സംശയമില്ല. ദൈവമുണ്ട് എന്നൊക്കെ തനിക്ക് വിശ്വാസമുണ്ടായിരുന്നു. താൻ ദൈവത്തിന് കാഴ്ച കൊണ്ടുവരുവാനായിട്ടും താൻ മനസ്സ് കാണിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ കൽപ്പനകൾക്കനുസരിച്ച് ദൈവം വച്ചിരിക്കുന്ന മാർഗത്തിലൂടെ ദൈവത്തെ സമീപിക്കുവാനായിട്ട് താൻ കൂട്ടാക്കിയില്ല എന്നുള്ളതാണ് തൻ്റെ ഭാഗത്ത് സംഭവിച്ച ഗുരുതരമായിട്ടുള്ള തെറ്റ്. ഇന്ന് ലോക മതങ്ങളെല്ലാം പിന്തുടരുന്നത് കയീൻ്റെ മാർഗമാണ്. കയീൻ്റെ മാർഗം എന്ന് പറയുന്നത് തങ്ങൾക്ക് ഇഷ്ടമുള്ള അല്ലെ തങ്ങളുടേതായ രീതിയിൽ ദൈവത്തെ സമീപിക്കുവാനായിട്ടുള്ള ശ്രമമാണ്. ഓരോ മതവും അവരുടേതായിട്ടുള്ള ആചാരങ്ങളിലൂടെ, അനുഷ്ഠാനങ്ങളിലൂടെ, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള കർമ്മങ്ങളിലൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കാം, ദൈവസന്നിധിയിൽ നീതീകരണം നേടാം എന്ന് ശ്രമിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അത് സാധിക്കുകയില്ല. പാപിയായ മനുഷ്യന് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരണമെങ്കിൽ ദൈവം നൽകിയിട്ടുള്ള, ദൈവം കൽപ്പിച്ചിട്ടുള്ള വഴിയിലൂടെ തന്നെ വരേണ്ടത് ആവശ്യമാണ്. പാപിക്ക് ദൈവസന്നിധിയിലേക്ക് അടുക്കുവാനായിട്ടുള്ള ഒരേ ഒരു മാർഗമേ ഉള്ളൂ, അത് രക്തം ചിന്തിക്കൊണ്ട് പകരം ഒരു യാഗം അർപ്പിച്ചുകൊണ്ട് മാത്രമേ അങ്ങനെ വരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാതെ ഉള്ള മതഭക്തികൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ ഒക്കെയും ദൈവത്തിൻ്റെ സന്നിധിയിൽ അത് സ്വീകാര്യമായിട്ടുള്ള കാര്യങ്ങൾ അല്ല. അത് വെറും പാഴ് പ്രവർത്തനങ്ങളായിട്ട് മാത്രം നിൽക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, രക്തം ചിന്താതെ വിമോചനമില്ല. രക്തം ചിന്തുന്നതിലൂടെ അല്ലെങ്കിൽ ഒരു യാഗത്തിലൂടെ മാത്രമേ മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം വരികയുള്ളൂ എന്നുള്ള കാര്യമാണ്. നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ള രണ്ടാമത്തെ സത്യം, യേശുക്രിസ്തുവിൻ്റെ രക്തത്താലാണ് വീണ്ടെടുപ്പ് സാധ്യമായിരിക്കുന്നത് എന്നുള്ള കാര്യമാണ്. രക്തം ചിന്താതെ വിമോചനമില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച് നാം ചിന്തിച്ചു. എന്നാൽ കേവലം ഏതെങ്കിലും ഒരു മൃഗത്തിൻ്റെ രക്തത്തിന് വീണ്ടെടുപ്പ് സാധിക്കുകയില്ല. ദൈവം യാഗങ്ങൾ അങ്ങനെ കൽപ്പിച്ചു നൽകി. മനുഷ്യൻ വിശ്വാസത്തിലൂടെ അത് ചെയ്തപ്പോൾ അവർക്ക് ദൈവം പാപമോചനം നൽകി. പഴയ നിയമ കാലഘട്ടത്തിൽ വാസ്തവത്തിൽ പാപപരിഹാരത്തിനായിട്ട് ചിന്തപ്പെട്ടത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തമാണ്. കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷ്യം തന്നെ അതായിരുന്നു.
മനുഷ്യവർഗത്തിൻ്റെ പാപത്തിനു വേണ്ടി പകരക്കാരനായി കാൽവരിയിൽ യാഗമാകുക, തൻ്റെ രക്തം അവിടെ ചിന്തുക, അങ്ങനെ പാപത്തിന് പരിഹാരം വരുത്തി മനുഷ്യൻ്റെ വീണ്ടെടുപ്പ് സാധ്യമാക്കുക എന്നുള്ളതായിരുന്നു യേശുക്രിസ്തുവിൻ്റെ ആഗമനത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. സ്നാപകയോഹന്നാൻ കർത്താവായ യേശുക്രിസ്തുവിനെ പരിചയപ്പെടുത്തിയത് അങ്ങനെയാണ്. ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്നാണ് യോഹന്നാൻ യേശുക്രിസ്തുവിനെ വിശേഷിപ്പിച്ചത്. യേശുക്രിസ്തു ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുവാൻ, ലോകത്തിൻ്റെ പാപത്തിന് പരിഹാരമായിട്ട് യാഗമാകുവാനായിട്ട് വന്ന ദൈവ കുഞ്ഞാടാണ് കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തുവിൻ്റെ രക്തത്താലാണ് പാപിയായ മനുഷ്യന് വീണ്ടെടുപ്പ് സാധ്യമാകുന്നത്. 1 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 18-19 വാക്യങ്ങൾ ആ കാര്യം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇങ്ങനെയാണ്: വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. എങ്ങനെയാണ് വീണ്ടെടുപ്പ് സാധ്യമാകുന്നത്? മനുഷ്യൻ്റെ വ്യർത്ഥമായിട്ടുള്ള പാരമ്പര്യങ്ങളിൽ നിന്ന് അവനെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. പൊന്നും വെള്ളിയും അങ്ങനെ വിലയേറിയ ലോഹങ്ങൾ അല്ലെങ്കിൽ എന്ത് വസ്തുക്കളായിക്കോട്ടെ, അത് മനുഷ്യൻ്റെ വീണ്ടെടുപ്പ് സാധ്യമാക്കുവാനായിട്ട് അതിനൊന്നും സാധിക്കുകയില്ല. അതിനെക്കൊണ്ടൊന്നും മനുഷ്യൻ്റെ ആത്മാവിനെ വീണ്ടെടുക്കുവാനായിട്ട് സാധിക്കില്ല. മനുഷ്യൻ്റെ വീണ്ടെടുപ്പ് വിലയേറിയതാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തം, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞേടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ എന്നാണ്. കർത്താവായ യേശുക്രിസ്തു നിർദോഷവും നിഷ്കളങ്കവുമായിട്ടുള്ള ദൈവകുഞ്ഞാടാണ്. യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നു പാപരഹിതനാണ്. പാപം ചെയ്യാതെയാണ് യേശുക്രിസ്തു ജീവിച്ചത്. പാപരഹിതനായിട്ടുള്ള ദൈവപുത്രൻ്റെ രക്തമാണ് പാപത്തിന് പരിഹാരമായിട്ട് ഉള്ളത്. പാപപരിഹാരമായിട്ട് മറ്റൊന്നും ഇല്ല. അങ്ങനെ ഈ യേശുക്രിസ്തുവിൻ്റെ രക്തത്താലാണ് മനുഷ്യൻ്റെ വീണ്ടെടുപ്പ് സാധ്യമാകുന്നത് എന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമാക്കുകയാണ്. പാപിയായ മനുഷ്യന് അവൻ്റെ കർമ്മങ്ങളിലൂടെ, ആചാരങ്ങളിലൂടെ, അനുഷ്ഠാനങ്ങളിലൂടെ, മതഭക്തിയിലൂടെ ഒന്നും അവൻ്റെ വീണ്ടെടുപ്പ് നേടിയെടുക്കുവാനായിട്ട് സാധിക്കാതെ ഇരിക്കുമ്പോൾ, പാപിയായ മനുഷ്യൻ യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വന്നാൽ, യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിലെ പാപങ്ങളെ ഏറ്റുപറഞ്ഞാൽ, യേശുക്രിസ്തുവിൽ തൻ്റെ വിശ്വാസം അർപ്പിച്ചാൽ, പൂർണ്ണമായിട്ടും ആശ്രയിച്ചാൽ, അവന് പാപങ്ങൾക്ക് മോചനമുണ്ട്, അവന് വീണ്ടെടുപ്പ് ഉണ്ട്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്നും ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. പാപിയുടെ പാപക്കറകളെ കഴുകിക്കളയുവാനായിട്ട് യേശുക്രിസ്തുവിൻ്റെ രക്തത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മൾ പറഞ്ഞല്ലോ, രക്തം നിർവഹിക്കുന്നതായിട്ടുള്ള സുപ്രധാനമായിട്ടുള്ള ഒരു ധർമ്മം എന്ന് പറയുന്നത് ശുദ്ധീകരണ ധർമ്മമാണ്. അത് ആത്മീയമായ അർത്ഥത്തിലും അത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. പാപത്തെ കഴുകിക്കളഞ്ഞ് പാപിയെ ശുദ്ധീകരിക്കുവാനായിട്ട് പര്യാപ്തമായിട്ടുള്ളത് യേശുക്രിസ്തുവിൻ്റെ രക്തം മാത്രമാണ്. പാപിയായ മനുഷ്യന് ലോകത്തിലുള്ള ഏത് ഡിറ്റർജൻറ്റുകൾ അല്ലെങ്കിൽ ഏത് സോപ്പുകൾ ഉപയോഗിച്ചാലും അവൻ്റെ പാപത്തെ കഴുകിക്കളയുവാനായിട്ട് സാധിക്കുകയില്ല. ഈ ലോകത്തിലെ എല്ലാ സമുദ്രങ്ങളിലെയും വെള്ളത്തിൽ കഴുകിയാലും അവൻ്റെ പാപത്തിൻ്റെ കറ നീങ്ങിപ്പോകുകയില്ല. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ രക്തം പാപിയുടെ പാപത്തെ കഴുകിക്കളയുന്നതാണ്. യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വരികയും യേശുവിൽ ആശ്രയിക്കുകയും യേശുവിൻ്റെ കാൽവരി ക്രൂശിലെ മരണത്തിൽ വിശ്വാസമർപ്പിക്കുകയും ചെയ്യുന്ന ഏതൊരു പാപിക്കും അവൻ്റെ പാപങ്ങൾക്ക് കഴുകലുണ്ട്, പാപങ്ങൾക്ക് മോചനമുണ്ട്. യേശുക്രിസ്തുവിലൂടെ സൗജന്യമായിട്ടുള്ള വീണ്ടെടുപ്പ് ഉണ്ട്. അത് ലഭിക്കുന്നതായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ സത്യങ്ങൾ, ഈ വലിയ സത്യങ്ങൾ നാം എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുള്ള സത്യങ്ങളാണ്. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത പ്രമാണം, രക്തം ചൊരിയാതെ വിമോചനം ഇല്ല. അതിന് യാതൊരു മാറ്റവുമില്ല. എന്നാൽ ഏത് രക്തമാണ് പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ട് ചൊരിയപ്പെട്ടത്? യേശുക്രിസ്തുവിൻ്റെ രക്തമാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവ കുഞ്ഞാടായ കർത്താവായ യേശുക്രിസ്തു കാൽവരിയിലെ യാഗപീഠത്തിൽ രക്തം ചൊരിഞ്ഞു മരിച്ചു. അതുമാത്രമാണ് മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് പരിഹാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് ദൈവം മനുഷ്യരോട് ആവശ്യപ്പെടുന്നത് എന്താണ്? മനുഷ്യൻ അവൻ്റെ വ്യർത്ഥമായിട്ടുള്ള മതകർമ്മങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ വിട്ട് യേശുക്രിസ്തുവിലേക്ക് വരിക, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ള കാര്യമാണ്. കയീൻ യാഗമർപ്പിച്ചതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചല്ലോ.
കയ്യിൻ്റെ വഴി എന്ന് പറയുന്നത് അവന് ഇഷ്ടം പോലെ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ഒരു വഴിയായിരുന്നു. അങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ടാണ് കയ്യൻ ശ്രമിച്ചത്. ഇല്ല, അത് സാധിക്കുകയില്ല. നീതിമാനായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പാപിയായ മനുഷ്യൻ അടുത്തു വരണമെങ്കിൽ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന മാർഗത്തിലൂടെ തന്നെ വരേണ്ടത് ആവശ്യമാണ്. ദൈവം നിശ്ചയിച്ചിരിക്കുന്ന മാർഗമെന്ന് പറയുന്നത് തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിലും പാപികൾ വിശ്വസിക്കുക, യേശുക്രിസ്തുവിൻ്റെ കാൽവരി യാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവസന്നിധിയിൽ നിന്ന് നീതീകരണം പ്രാപിക്കുക എന്നുള്ള കാര്യമാണ്. ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണോ താങ്കൾ? അങ്ങനെ പാപങ്ങളെക്കുറിച്ച് ആത്മാർത്ഥമായിട്ട് അനുതപിച്ച് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വാസം അർപ്പിച്ച ഒരു വ്യക്തിയാണോ താങ്കൾ? അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ പ്രിയ സുഹൃത്തെ, ഞങ്ങൾക്ക് താങ്കളോട് പറയുവാനായിട്ടുള്ളത് ഇനിയും അത് താമസിപ്പിക്കരുതേ എന്നുള്ള കാര്യമാണ്. പാപത്തെക്കുറിച്ച് ആത്മാർത്ഥമായിട്ടും അനുതപിച്ച് കർത്താവായ യേശുക്രിസ്തുവിലേക്ക് വരിക, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, എൻ്റെ അടുക്കലേക്ക് വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് അനുതാപത്തോടു കൂടി വരുന്ന, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെയും യേശുക്രിസ്തു തള്ളിക്കളയുകയില്ല, നിരസിക്കുകയില്ല. ഒരുപക്ഷേ ആളുകൾക്ക് തോന്നും, ഇത്ര വലിയൊരു പാപിയായി എന്നെ രക്ഷിക്കുവാനായിട്ട് യേശുക്രിസ്തു സന്നദ്ധനാകുമോ, യേശുക്രിസ്തുവിന് സാധിക്കുമോ എന്ന്. തീർച്ചയായിട്ടും അനുതപിക്കുന്ന ഏതൊരു പാപിയെയും രക്ഷിക്കുവാനായിട്ട് യേശുക്രിസ്തുവിന് സാധിക്കും. ദൈവത്തിന് മനസ്സുണ്ട്. അതുകൊണ്ട് പാവങ്ങളെക്കുറിച്ച് അനുതപിച്ച് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കണമേ എന്നാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്, അപേക്ഷിക്കുവാനായിട്ടുള്ളത്. അങ്ങനെ യേശുക്രിസ്തുവിലൂടെ ലഭിക്കുന്ന ഈ വീണ്ടെടുപ്പ് അത് സൗജന്യമായിട്ടുള്ളൊരു വീണ്ടെടുപ്പാണ്. യേശുക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെ ലഭിക്കുന്ന ഒരു വീണ്ടെടുപ്പാണ്. അങ്ങനെയുള്ള ആ വീണ്ടെടുപ്പ് സ്വന്തമാക്കി ദൈവത്തിൻ്റെ മകൻ അല്ലെങ്കിൽ മകളായിട്ട് ശിഷ്ടജീവിതം നയിക്കുവാനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. വീണ്ടും ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനുള്ള അവസരം ദൈവം നമുക്ക് നൽകി. നമ്മൾ കേട്ടത് രക്തത്താൽ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു വീണ്ടെടുപ്പുണ്ട് എന്നുള്ളതാണ്. ദൈവവചനത്തിലെ വളരെ പ്രസക്തമായിരിക്കുന്ന ഒരു പ്രസ്താവന എങ്ങനെയാണ്? രക്തം ചിന്താതെ പാപത്തിന് വിമോചനമില്ല എന്നുള്ളതാണ്. രക്തം ചിന്തി യാഗമർപ്പിച്ച് പാപത്തിന് പരിഹാരം വരുന്ന ഒരു ആചാരം നമുക്ക് ചരിത്രത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ വചനമായിരിക്കുന്ന ബൈബിളിൽ പഴയ നിയമത്തിൽ മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ദൈവം തന്നെ മനുഷ്യന് കൽപ്പിച്ചു നൽകിയ യാഗം എന്നതായിരിക്കുന്ന വ്യവസ്ഥ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ആ യാഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ പാപത്തിന് വേണ്ടി മനുഷ്യൻ കഴിക്കുന്നതായിരിക്കുന്ന യാഗത്തിന് ശാശ്വതമായിരിക്കുന്ന ഒരു പരിഹാരം വരുത്തുവാനായിട്ട് അതിന് കഴിയുകയില്ല. എന്നാൽ പഴയ നിയമ യാഗങ്ങളൊക്കെയും എന്തിനെ സൂചിപ്പിക്കുന്നെന്ന് ചോദിച്ചാൽ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ കാൽവരി ബലിയിൽ തൻ്റെ ശരീരത്തെ യാഗമായി അർപ്പിച്ചതിൻ്റെ നിഴലായിരുന്നു പഴയ നിയമത്തിലെ യാഗങ്ങളൊക്കെയും. അതുകൊണ്ട് നാം പാപിയാണ്, പാപത്തിൻ്റെ ശിക്ഷയായിരിക്കുന്ന മരണം നമ്മുടെ മേലുണ്ട്. പാപത്തിൻ്റെ സ്വാധീനത്തിൽ നിന്ന്, പാപത്തിൻ്റെ അടിമത്തിൽ നിന്ന് മനുഷ്യന് ശാശ്വതമായിരിക്കുന്ന രക്ഷ മനുഷ്യർക്ക് തന്നെ ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നു. കർത്താവായ യേശുക്രിസ്തു ജനനത്തെങ്കിൽ ദൂതൻ ഇങ്ങനെ പറഞ്ഞു, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു. യേശു എന്ന വാക്കിൻ്റെ അർത്ഥം രക്ഷകൻ എന്നാണ്. യേശുവിനെ നമുക്ക് എല്ലാവർക്കും അറിയാം.
യേശു ഒരു അത്ഭുതം ചെയ്യുന്നവനാണ്, രോഗസൗഖ്യം നൽകുന്നവനാണ്. ഇതെല്ലാം വാസ്തവമായിരിക്കുമ്പോൾ തന്നെ യേശുക്രിസ്തു വന്നതിൻ്റെ പരമപ്രധാനമായിരിക്കുന്ന ലക്ഷ്യമെന്ന് പറയുന്നത് മനുഷ്യന് ആത്മരക്ഷ നേടിക്കൊടുക്കുക എന്നുള്ളതാണ്. മനുഷ്യൻ്റെ പാപത്തിന് ശാശ്വതമായിരിക്കുന്ന പരിഹാരം വരുത്തി അവനെ മരണത്തിന് മേൽ ജയിച്ച് അവനെ ദൈവത്തെങ്കിലേക്ക് കൊണ്ടുപോകാൻ, സ്വർഗത്തിൻ്റെ അവകാശിയാക്കി തീർക്കുക എന്നുള്ളതാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് അതെ നമുക്ക് വേണ്ടി ദൈവം തുറന്നു തന്നിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ക്രൂശിങ്കിലേക്ക് നമുക്ക് അടുത്തു വരാം. കർത്താവ് മരിച്ചത് എന്നെ പ്രതിയാണ്, എൻ്റെ പാപത്തിന് വേണ്ടിയിട്ടാണ്. ഞാനൊരു കൊടും പാപിയാണ്, ഞാനൊരു ബലഹീനനാണ്, എന്നെ രക്ഷിക്കുവാൻ എനിക്ക് കഴിയുകയില്ല എന്ന് പൂർണ്ണമായി സമ്മതിച്ച് വിനയപ്പെട്ട് താഴ്മയോടെ മാനസാന്തരപ്പെട്ട് കർത്താവിൻ്റെ ക്രൂശിങ്കിലേക്ക് അടുത്തു വന്നാൽ, നമ്മുടെ പാപങ്ങളെ ഓരോന്നോരോന്നായി നാം ഏറ്റുപറഞ്ഞാൽ, ആ കർത്താവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചാൽ നമുക്ക് രക്ഷയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതല്ലാതെ മറ്റൊരു രക്ഷാമാർഗം ദൈവം മനുഷ്യനെ വച്ചിട്ടില്ല. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ കാൽവരി ബലിയിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിച്ച് ശിക്ഷയിൽ നിന്ന് ഒഴിവുള്ളവരായി തീരുവാൻ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, രക്തം ചിന്താതെ പാപത്തിന് വിമോചനമില്ല എന്നുള്ള അങ്ങയുടെ വചനം ഞങ്ങൾ ഓർക്കുന്നു. പഴയ നിയമയാഗങ്ങളൊക്കെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ പ്രാശ്ചിത്ത യാഗത്തിൻ്റെ നിഴലായിരുന്നു. കർത്താവ് ക്രൂശിൽ തൻ്റെ രക്തത്തെ ഒഴുക്കിയത്, തൻ്റെ ശരീരത്തെ തകർത്ത് കളഞ്ഞത് ഞങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് എന്ന് ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, മനുഷ്യന് രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം തന്നെ മനുഷ്യർക്ക് വേണ്ടി ഒരുക്കിയതായിരിക്കുന്ന മാർഗമാണ് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു. ക്രൂശിൽ പുത്രനെ തകർത്ത് കളയുവാൻ പിതാവായ ദൈവത്തിന് ഇഷ്ടം തോന്നിയെന്ന് ഞങ്ങൾ വചനത്തിൽ വായിക്കുന്നു. കർത്താവെ, ഇന്ന് വചനം കേട്ട ഈ സുവിശേഷ സന്ദേശങ്ങൾ ശ്രദ്ധിച്ച എല്ലാ പ്രിയ സ്നേഹിതർക്കു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അവരെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ താഴ്ത്തി സമർപ്പിക്കുകയാണ്. കർത്താവെ, അവരുടെ ഹൃദയങ്ങളിൽ ഈ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുവാൻ, ഈ സത്യത്തെ തിരിച്ചറിയുവാൻ, കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷ സ്വന്തമാക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയും അവിടുത്തെ ആശീർവാദവും അനുഗ്രഹവും പ്രിയപ്പെട്ട മേൽ കർത്താവ് നൽകണമേ എന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രാർത്ഥന ആവശ്യങ്ങളും ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം അഗാപ്പെ ഗോസ്പൽ മിനിസ്ട്രീസ്, 87 മൈത്രി നഗർ, ആശ്രാമം, കൊല്ലം. ഇമെയിൽ ID satyamsatyamai@gmail.com. ഫോൺ നമ്പർ 8136936648. ബൈബിൾ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലൂടെ ഞങ്ങളെ അറിയിച്ചാലും അതിനുള്ള ഉത്തരങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. ഈ പ്രോഗ്രാമിന്റെ മറ്റ് സന്ദേശങ്ങളും പാട്ടുകളും കേൾക്കുവാനായി സത്യം സത്യമായി എന്ന ഫേസ്ബുക്ക് പേജും സത്യം സത്യമായി എന്ന യൂട്യൂബ് ചാനലും സന്ദർശിച്ചാലും ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യം സത്യമാ, സത്യം സത്യമാ.